രാമായണം ചിത്രരചനയിലൂടെ. ഇത് 6ാം വർഷമാണ് രാമായണം രേഖാരാമായണം എന്ന പേരിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ രാമായണത്തെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രരചന നടത്തുന്നത്. ചിത്രരചനയിൽ അഭിരുചിയുള്ള വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന പരിപാടിക്ക് ഇത്തവണ പ്രത്യേകത ഏറെയാണ്. കലയ്ക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഇത്തവണത്തെ രേഖാരാമായണത്തിലൂടെ ഫാത്തിമ സിയ എന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥിനി സമൂഹത്തിനു മുന്നിൽ വരച്ചുകാട്ടുന്നത്. നാരദൻ വാത്മീകിക്ക് രാമായണം പറഞ്ഞു നൽകുന്നതിൻ്റെ പുനരാഖ്യാനമാണ് തൻ്റെ വരകളിലൂടെ ഫാത്തിമ സിയ പകർത്തുന്നത്. സ്കൂളിൽ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥിനിയാണ് ഫാത്തിമ സിയ. ജില്ലാ ഉപജില്ലാ മേളകളിൽ ശാസ്ത്രോത്സവം, സ്കൂൾ ഗെയിംസ് തുടങ്ങി നിരവധി മത്സരങ്ങളിൽ പെൻസിൽ ഡ്രോയിങ്, ഡിജിറ്റൽ പെയിന്റിംഗ്, ചെസ്, ഉറുദു കവിതാരചന തുടങ്ങിയവയിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥിനി കൂടിയാണ് സിയ. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച താലൂക്ക് തല കാർട്ടൂൺ രചനാ മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. സ്കൂളിലെ ഉറുദു അധ്യാപകനായ പിലാത്തറയ്ക്കൽ ഷംസുദ്ദീൻ്റെയും ലൈലയുടെയും മകളാണ് ഫാത്തിമ സിയ. യൂട്യൂബ് കണ്ടാണ് അറബിക് കാലിഗ്രാഫി പഠിച്ചതെന്ന് സിയ പറഞ്ഞു. പിന്നീട് മത്സരങ്ങളിൽ പങ്കെടുത്ത് കാലിഗ്രാഫിയുമായി കൂടുതൽ ഇടപഴകിയെന്ന് സിയ കൂട്ടിച്ചേർത്തു. തനിക്ക് കൂടുതൽ ഇഷ്ടം കാർട്ടൂണാണെന്നും ഫാത്തിമ സിയ. അറബിക് കാലിഗ്രാഫിയുടെ കാര്യം വെച്ചാല് ഞാൻ യൂട്യൂബിലായിട്ട് ഇതിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അങ്ങനെയാണ് ഞാൻ അറബിക് കാലിഗ്രാഫി എഴുതല് പഠിച്ചത്. പിന്നെ ഇങ്ങനെ എഴുതി ഇങ്ങനെ മെച്ചപ്പെട്ട് വന്നതാണ്. പിന്നെ മദ്രസകളിലൊക്കെ ഇങ്ങനെ മത്സരങ്ങൾ, കാലിഗ്രാഫിയുടെ മത്സരങ്ങൾ വെക്കാറുണ്ട്. അതിലൊക്കെ പങ്കെടുത്തേക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കാലിഗ്രാഫി എഴുതാൻ തുടങ്ങിയത്. പിന്നെ പെൻസിൽ ഡ്രോയിങ്, കാർട്ടൂണ്, ഡിജിറ്റൽ പെയിന്റിങ്, കാലിഗ്രാഫി എന്നൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇതില് കാർട്ടൂണാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖല. തൻ്റെ മകൾ ഒരു ചാലഞ്ചായാണ് രേഖാരാമായണം ഏറ്റെടുത്തിരിക്കുന്നതെന്നും മകളുടെ വിജയത്തിന്റെ പൂർണ്ണ അവകാശം അധ്യാപകർക്കാണെന്നും സിയയുടെ പിതാവ് ഷംസുദ്ദീൻ മാസ്റ്റർ പറഞ്ഞു. രേഖാരാമായണ ചിത്രപരമ്പര എന്നുള്ള ആശയം പറഞ്ഞപ്പോൾ തന്നെ അവളോടത് ചോദിച്ചു. അവളത് എന്താ പറയുക, ചലഞ്ചായിട്ട് എടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവള് നന്നായിട്ട് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ വീട്ടിലെത്തുമ്പോൾ അവിടെ കൂടെ ഇരുന്നിട്ട് അവിടെ പഠനം അതിൻ്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. നല്ല ഉത്സാഹത്തോടെ തന്നെയാണ് ആള് ഏറ്റെടുത്തത്. ഓരോന്നും കഥാപാത്രങ്ങൾക്ക് ഉൾക്കൊണ്ട് നന്നായിട്ട് വരക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാൽ വരകളുടെ ലോകത്താണ് അവളിപ്പോൾ ജീവിക്കുന്നത്. അതിൻ്റെ കൂടെ പഠനം കൊണ്ടുപോകുന്നുണ്ട്. കുട്ടികളുടെ കഴിവുകളെ കണ്ടെത്തിയ അധ്യാപകർക്കാണ് ഇതിന്റെ ഫുൾ ക്രെഡിറ്റ്. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാലും സിയയുടെ കയ്യിൽ എപ്പോഴും പെൻസിലും പേപ്പറും ഉണ്ടായിരിക്കുമെന്നും ചിത്രരചനയോടൊപ്പം പഠനവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന മോൾക്ക് തങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും മാതാവ് ലൈലയും പറഞ്ഞു. മോള് സ്കൂളൊക്കെ വിട്ട് വന്നാൽ വൈകുന്നേരങ്ങൾ സ്കൂൾ വിട്ട് വന്നാല് അവളെ ഏത് സമയം നോക്കിയാലും അവളെ കയ്യില് പേനയും പെൻസിലും ആയിരിക്കും. എപ്പോഴും ചിത്രം വെച്ചോണ്ടിരിക്കും. പിന്നെ അതിന്റെ ഒപ്പം തന്നെ പഠനവും ഒപ്പം നടന്നുകൊണ്ട് പോകുന്നുണ്ട്. എല്ലാത്തിനും ഞങ്ങൾ സപ്പോർട്ട് തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അവൾക്കും വേണ്ടി നല്ലോണം പ്രയത്നിക്കുന്നുണ്ട്. സ്കൂളിലെ ചിത്രകലാ അധ്യാപകനും ആർട്സ് ക്ലബ് കൺവീനറുമായ വിപിൻനാഥിന്റെ നേതൃത്വത്തിലാണ് രേഖാരാമായണം നടത്തിവരുന്നത്. വളരെ മികച്ച രചനകളാണ് ഫാത്തിമ സിയ കാഴ്ചവച്ചിരിക്കുന്നതെന്ന് വിപിൻ മാസ്റ്റർ പറഞ്ഞു. വിദ്യാലയത്തിൽ ചിത്രരചനയിൽ അഭിരുചിയുള്ള വിദ്യാർത്ഥികളെ മുൻനിർത്തി പല രചനാ ക്യാമ്പുകളും സംഘടിപ്പിക്കാറുണ്ട്. ഭാരതത്തിലെ ഇതിഹാസ കഥകളെയും പുരാണങ്ങളെയും പരിചയപ്പെടുത്തുന്നതോടൊപ്പം സർഗാത്മകമായ ഭാവനകളിലൂടെ വിദ്യാർത്ഥികളെ മുന്നോട്ട് നയിക്കുക എന്നതുകൂടിയാണ് ലക്ഷ്യമെന്നും ഇതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും വിപിൻനാഥ് മാസ്റ്റർ പറഞ്ഞു. നമ്മൾ തുടർച്ചയായിട്ടൊരു 6ാമത്തെ വർഷം രേഖാരാമായണം ചെയ്തു വരുമ്പോൾ ആരെ കൊണ്ട് ചെയ്യിക്കും എന്നുള്ളൊരു ആശങ്ക നന്നായിട്ടുണ്ടായിരുന്നു. ഇതിനു മുൻപ് നമ്മൾ പരിസ്ഥിതി ദിനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചിത്രരചനകൾ സംഘടിപ്പിക്കും. ആ സമയത്തൊക്കെ ഫാത്തിമ സിയയുടെ ചിത്രങ്ങൾ നല്ല വേറിട്ട് നിന്നായിരുന്നു. അപ്പോൾ ആ ഒരു അതിൽ നിന്നെടുത്തിട്ടുള്ള ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്ന് സിയയുടെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് സിയയിലേക്ക് വരുന്നതും സിയയോട് ഈ ഒരു രേഖാരാമായണത്തിന്റെ കാര്യങ്ങളും കഥകളും എല്ലാം പറഞ്ഞ് എന്തിനാണ് നമ്മൾ എന്തിനാണ് ഈ ഒരു രേഖാരചന നടത്തുന്നത്. നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം, നമുക്ക് ഒട്ടേറെ ഇതിഹാസ പുരുഷന്മാരും ഒക്കെ ത്യാഗപൂർണമായ ജീവിതം നയിച്ചവരുണ്ട്. അതേപോലെ ഒരു ക്യാരക്ടറാണ് ഇതിലത്തെ രാമൻ. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് സമൂഹത്തിൽ എത്തിക്കണം. നല്ലപോലെ, അതായത് സിയയുടെ ആദ്യത്തെ ഒരു
വരകളിൽ നിന്നും ഏറെ ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ വരകൾ. നമുക്ക് നോക്കിയാൽ അറിയാം. അതിന്റെ അനാട്ടമി ആയിട്ടുള്ള കാര്യങ്ങളായാലും ശരി, അതേപോലെ തന്നെ ഈ പുണ്യ കഥാപാത്രങ്ങളുടെയൊക്കെ ആ ഒരു ഭാവം, അതേപോലെ തന്നെ ആ ഒരു രേഖയുടെ പവർഫുൾ എല്ലാം കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇപ്പോ സിയ വരച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രരചനയിൽ അഭിരുചിയുള്ള വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഡെപ്യൂട്ടി എച്ച്.എം. സുനിത കുമാരി പറഞ്ഞു. കഴിഞ്ഞ 5 വർഷവും രേഖാരാമായണം വളരെ മികവുറ്റ രീതിയിൽ നടത്താൻ കഴിഞ്ഞെന്നും ഇത്തവണയും വളരെ നല്ല രീതിയിൽ തന്നെയാണ് നടത്തുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ചിത്രകലയിൽ താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് വേണ്ട പ്രോത്സാഹനവും പരിശീലനവും നൽകുന്നത് വിപിൻനാഥ് മാഷാണ്. ഇതിലൂടെ കുറേ കുട്ടികൾക്ക് ഈ രംഗത്തേക്കുള്ള പ്രോത്സാഹനമായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. മുൻ വർഷങ്ങളിലും ഈ പരിപാടി വളരെയധികം ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ഇത്തവണ നമ്മൾ ഈ പരിപാടിയിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫാത്തിമ സിയയാണ്. ഫാത്തിമ സിയ പഠനത്തിൽ മികവ് പുലർത്തുന്നതോടൊപ്പം മറ്റു പല പരിപാടികളിലും ചിത്രകലയിൽ പെൻസിൽ ഡ്രോയിങ്, കാർട്ടൂൺ, ഡിജിറ്റൽ പെയിന്റിംഗ് ഇതിലൊക്കെ പ്രാവീണ്യം തെളിയിച്ച കുട്ടിയാണ്. എല്ലാ കാലത്തും രാമായണത്തിന് പുനർവ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് രേഖാരാമായണത്തിലൂടെയും അർത്ഥമാക്കുന്നതെന്നും അധ്യാപിക വിദ്യ പറഞ്ഞു. ഏത് കാലത്തും രാമായണത്തിന് പുനർവ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വായനകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തില് വരകളിലൂടെയുള്ള ഒരു പുനരാഖ്യാനമാണ് രേഖാരാമായണം എന്ന കൺസെപ്റ്റ് നമ്മുടെ വിദ്യാലയം മുമ്പോട്ട് വയ്ക്കുന്നത്. രാമായണ മാസം മുഴുവനും നീണ്ടുനിൽക്കുന്ന രേഖാരാമായണത്തിൽ 35ഓളം ചിത്രങ്ങളാണ് വരുന്നത്. ചിത്രരചന പൂർത്തിയായാൽ സ്കൂളിൽ പ്രദർശനവും സജ്ജീകരിക്കും. രേഖാരാമായണം മാത്രമല്ല, മറ്റു പല കൃതികളും ഫാത്തിമ സിയയെ പോലെയുള്ള കലാകാരന്മാരുടെ വരകളിലൂടെ സമൂഹത്തിനു മുന്നിൽ എത്തട്ടെ. അത് സാധ്യമാക്കുവാൻ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിനെ പോലെയുള്ള വിദ്യാലയങ്ങൾക്കും സാധ്യമാകട്ടെ.